അടുത്തത് വാരിക്കോരി ഫീച്ചേഴ്സ് വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. കിയയുടെ സോണറ്റ് ആണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പ് മൈലേജ്. ഇത് പെട്രോളാ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. GT ലൈൻ ഏറ്റവും ടോപ്പ്. 20 കിലോമീറ്റർ അറൗണ്ട് മൈലേജ് ഓട്ടോമാറ്റിക് 18-20 വരെ കിട്ടുന്നുണ്ട്. ഒരു നല്ല അടിപൊളി അലോയ്സും ടയർ ഉണ്ട്. ഫിറ്റിംഗ്സ് നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. ഇതൊക്കെ അഡീഷണൽ ലൈറ്റ്, പ്രൊജക്ടർ ലാമ്പ്, DRL, നിക്ലിംഗ്, അത്യാവശ്യം അഡീഷണൽ വർക്ക്, റെയിൻ ഗാർഡ്, സ്പോയിലർ, സീറ്റ് കവർ, മാറ്റ്, സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 23 അടുത്ത് റേഞ്ച് ഉണ്ട്. 22 സംതിങ് ഉണ്ടാവും. ഇപ്പൊ 23 മുകളിൽ വരുന്നത്. ഓക്കെ, അത്രയും വില വരുന്ന വണ്ടിയാണ്. 1290. ഫുൾ ലോൺ കയറൂലേ? ഫുൾ ലോൺ കയറും. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഒരു GT കൊണ്ടുപോകാം. 2024 രജിസ്ട്രേഷൻ വരുന്ന GT ഏറ്റവും ടോപ്പ് ഉണ്ട്. 1290 കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ലൈറ്റിന്റെ ആണ്. മൈലേജ് കുറച്ച് ഷോർട്ട് ആയിരിക്കും. 11-14 ആ റേഞ്ചൊക്കെ. പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ആണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് ആശംസകൾ. അപ്പോൾ ഒരു ഈദ് സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് നമ്മൾ ഷമീസ് കാസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു പരാതി എന്ന് വെച്ചാൽ കൂടുതൽ പ്രീമിയം വാഹനങ്ങളാണ് നിങ്ങൾ കാണിക്കാറുള്ളത്. ബഡ്ജറ്റ് സെഗ്മെൻറ്റ് കാണിക്കുന്നു പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നികത്താൻ വേണ്ടി ഷമീർക്ക് ഇന്ന് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് കാറുകൾ, ചെറിയ വാഹനങ്ങൾ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയതാ നമുക്ക് ഷമീർ ഖാനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. കാലെങ്ങനെയുണ്ട് ഇപ്പോൾ? പിച്ച വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂർ ഭാരത് പമ്പിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഷമീർ ഖാൻ, എന്താ പറയാനുള്ളത് ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റിയും? നാളെ ഈദാണ്. അപ്പം ഈദിന് ഒരുപാട് ആൾക്കാർ പറയുന്നതാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ വാങ്ങുന്നത്. നമ്മളെ ഒരുപാട് കമന്റ് വരുന്നതാണ്. പ്രീമിയം വണ്ടികളോ ലക്ഷറി വണ്ടികളാണ് കൂടുതൽ കാണിക്കുന്നത്. നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിലുള്ള കാറുകൾ ഒരുപാട് ഫോണുകൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളാണ്. ഓക്കെ, എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അവിടെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ വാഹനം ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ഹ്യുണ്ടായി വെന്യൂ ആണ്. ന്യൂ ഷേപ്പ് ആണ് അല്ലേ? 2023 മോഡൽ. മോഡലും 22. KL 19 രജിസ്ട്രേഷൻ ആണ്. 22 മോഡൽ. ഓക്കെ, എങ്ങനെയാ ബാക്കി? 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്ന ഒരു വളരെ ലോ കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വെന്യൂ S എന്ന് പറഞ്ഞ വേരിയന്റ്. S മിഡിൽ ഓപ്ഷൻ ആണ്. 23 രജിസ്ട്രേഷൻ വരുന്ന. അപ്പോൾ 26 വരെ വാറണ്ടി വരുന്ന വണ്ടി. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഒരാൾ മാത്രം യൂസ് ചെയ്ത വണ്ടി. RC ഓണർ മരിച്ചു പോയപ്പോൾ മകളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ടെക്നിക്കലി പറയുകയാണെങ്കിൽ 2 ആളുണ്ട്. ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്ന ഒരാളെ പേരിലേക്ക് മാറി. ഒരാൾ യൂസ് ചെയ്ത വണ്ടി. ക്ലെയിം എന്തെങ്കിലും? ഒരു ക്ലെയിം ഇല്ല. സീറോ ക്ലെയിം. എത്ര ഇപ്പോൾ ഇത് നമ്മൾ വന്നിട്ട് ഫൈനൽ റേറ്റ് 7,95,000 രൂപ കൊടുക്കാം. 795. മാനുവൽ വെറും 4000 കിലോമീറ്റർ ഓടിയിട്ട്. മാനുവൽ. ഓക്കെ, 4000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. അണ്ടർ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഷോറൂം കണ്ടീഷനിൽ അഡീഷണൽ ആയിട്ട് മാറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, 1-2 അങ്ങനെ ഫീച്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു 7 lakhs വരെ ലോൺ കയറുമോ? ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ലോ കിലോമീറ്റർ ഒരു വെന്യൂ ഇതാ. പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. തീർച്ചയായും. ഓക്കെ, അടുത്ത വണ്ടി. അടുത്ത കോമ്പാക്ട് SUV തന്നെ നെക്സോണിന്റെ ഫസ്റ്റ് ഷേപ്പ് ആണ്. KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണ്. തിരുവനന്തപുരം ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2019 നെക്സോൺ XMA എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് XM ഓട്ടോമാറ്റിക് വാഹനമാണ്. 2019. ഓക്കെ, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 80,000 ഓടിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ടുള്ള ക്ലെയിമില്ല. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ഗ്ലാസ് മാത്രം പറയുന്നത് കമ്പനി. അതെ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഈ ഒരു ക്ലെയിം മാത്രമേ ഉള്ളൂ. ബാക്കി ടയേഴ്സ് എല്ലാം അടിപൊളിയാണ്. സീറ്റ് കവറും എല്ലാം കൊണ്ടും ഓക്കെ ആണ് അല്ലേ? ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. മൈലേജ് ഒരു 12-14 ആ റേഞ്ച് മൈലേജ് കിട്ടും. നേരത്തെ വെന്യൂവിനും ഏകദേശം ഒരു 13-14 റേഞ്ച് പ്രതീക്ഷയാണ് നേരത്തെ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നതിന്? നമുക്ക് 5,30,000 രൂപ കൊടുക്കാം. 5,30,000 2019 ഓട്ടോമാറ്റിക് XM നെക്സോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 80,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ, ലോണ് എത്ര കിട്ടും? 5 lakhs ഫുള്ള് കിട്ടുമോ? അറൗണ്ട് കിട്ടാന്നാണ്. 5 lakhs വരെ കിട്ടും. നോക്കിയിട്ട് ചെയ്തു തരും. അടുത്ത വണ്ടി അടുത്തൊരു ക്രെറ്റയാണ്. എങ്ങനെ ഷമീർക്കിന്റെ കാര്യങ്ങൾ? ഇത് 2017 മോഡല്
ക്രെട്ട E+ എന്ന് പറഞ്ഞ വേരിയന്റ്. E+ ആണ്. ഓക്കെ. ഇതിനെന്ന് വെച്ചാൽ ഓട്ടം കുറവാണ്, 35,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 17 മോഡൽ. മോഡൽ 2017 ഉള്ളെങ്കിൽ ഓട്ടം വളരെ ലോ ആണ്. അത് കറക്റ്റ് വർഷ സർവീസ് ഒക്കെ പോയ സർവീസ് ഉള്ള വണ്ടി. പരിപാടിക്കെല്ലാം കറക്റ്റ്. ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർ. സെക്കൻഡ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു ക്ലെയിം ഇല്ല. ഒന്നുമില്ല. E+ ആണ്. 1.6 ആണല്ലേ ഇത് വരും? 1.6. ഓക്കെ. ഡീസൽ? പെട്രോളാ? E+ പെട്രോൾ ആണ്. ഓക്കെ. ടയേഴ്സും എല്ലാം ആ ഒരു ഓട്ടത്തിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? നമുക്ക് 6,70,000 രൂപ കൊടുക്കാം. 6,70,000 2017 വെറും 35,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ ക്രെട്ട SUV കൊണ്ടുപോകും. ഓട്ടം കുറഞ്ഞൊരു ക്രെറ്റ കൊണ്ടുപോകാം. താല്പര്യമുണ്ട് വിളിച്ചോളൂ. ഒരു 90% ലോൺ കയറും. ഓക്കെ. അടുത്തത് വാരിക്കോരി ഫീച്ചേഴ്സ് വരുന്ന ഒരു കോമ്പാക്ട് SUV ആണ്. കിയയുടെ സോണറ്റ് ആണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ. ഏറ്റവും ടോപ്പ് മൈലേജ്. ഓക്കെ. ഇത് പെട്രോളാ? ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. GT ലൈൻ ഏറ്റവും ടോപ്പ്. 20 കിലോമീറ്റർ അറൗണ്ട് മൈലേജ് ഓട്ടോമാറ്റിക് 18-20 വരെ കിട്ടുന്നുണ്ട്. മൈലേജ് കിട്ടുന്നുണ്ട്. അത്രയും ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വല്ല ഒരു വണ്ടി ഇല്ല അല്ലേ? അതേ പറഞ്ഞ അതിന്റെ കൂടുതൽ എക്കണോമിക്കലാണ്. അതാണ്. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡല് GT ടോപ്പിന്റെ വരുന്നുണ്ട്. GT ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. IMT അല്ലല്ലോ, ഫുള്ളി ഓട്ടോമാറ്റിക്. ഫുള്ളി ഓട്ടോമാറ്റിക്. ഓക്കെ. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ്. മൈലേജ് ഉണ്ടല്ലോ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ പ്രോപ്പർ സർവീസ് ഏതായാലും പോയിട്ടുണ്ടെന്ന് പറയുന്നത്. സർവീസ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഡീസൽ ഓട്ടോമാറ്റിക് GT. സീറ്റ് വെന്റിലേഷൻ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ്? നമ്മൾ 11,75,000 രൂപ. 11.25 ഡീസൽ ഓട്ടോമാറ്റിക് GT ലൈൻ നിങ്ങൾക്ക് കിയ സോണറ്റ് കൊണ്ടുപോകാം. അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടാവും ഇതിന്? അന്ന് ഇറങ്ങുമ്പോൾ ഒരു 17 സംതിങ് ഉണ്ടാവും. ഇന്നെ ഇവിടത്തിലൊരു 18.25 റേഞ്ചിൽ വരുന്നത്. 18.25 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു കഴിഞ്ഞു. ആ ഒരു ഓട്ടം കൊണ്ട് തന്നെയാണ് അല്ലേ? ഓട്ടം ഉണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യം റീസെയിൽ വാല്യുള്ള വെഹിക്കിളാണ്. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് GT. പിന്നെ സോണറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഫുൾ എമൗണ്ടിൽ ലോൺ കൊടുക്കും. ഫുള്ളും കിട്ടും. ഏകദേശം ഫുള്ളും കിട്ടുന്നുണ്ട്. നല്ല കസ്റ്റമറാണ്. ഓക്കെ. അടുത്ത വണ്ടി. അടുത്ത Volkswagen Tiguan ആണ്. KL 2 കൊല്ലം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇത് GT ആണ്. GT TSI 1.5 ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2021 മോഡലുള്ളൂ. 2024 ഇയർ ബാക്ക് വണ്ടി ഇറക്കിയത്. ഇയർ ബാക്ക് ആണ്. അതുപോലെ തന്നെ കൂടെ പറയുന്നത് ഡെമോ വണ്ടി ആയിരിക്കും. ഇയർ ബാക്കിൽ വാങ്ങിച്ചിട്ടുണ്ടാവും. ഡെമോ വണ്ടി ആയിരിക്കും. 21 മോഡലാണ്. 24 രജിസ്ട്രേഷൻ. പക്ഷേ 24 തൊട്ടിട്ടുള്ള വാറണ്ടിയും പേപ്പേഴ്സ് ഒക്കെയാണ് വണ്ടിയിൽ വരിക. 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുമായിരിക്കും വാഹനം. എത്ര ഓട്ടം പോയിട്ടുണ്ട്? 59,000 കിലോമീറ്റർ. 59. അപ്പോൾ ഡെമോ വണ്ടി തന്നെ ആയിരിക്കണം മിക്കവാറും അല്ലേ? 59,000 ഓടിയിട്ടുണ്ട്. 21 മോഡലില്. ഓണർഷിപ്പ് ഇപ്പോൾ സിംഗിൾ ആണോ ഇതിൽ? ഓണർഷിപ്പ് സിംഗിൾ ആയിട്ട്. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം എന്തോ ഫ്രണ്ടർ ടച്ചപ്പ്, ബമ്പർ ടച്ചപ്പ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇല്ല. ഇപ്പം ഗ്ലാസിന്റെ മുകളിൽ ഒരു ഡോട്ട് പോന്നിട്ടുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ടില്ല. ഇവിടെ ചെറിയൊരു ഡോട്ട്. അത് മാറേണ്ട ആവശ്യമില്ല. ആക്സിഡന്റ് ആണെന്ന് വിചാരിക്കും ആളുകൾ. അതേപോലെ നമ്മൾ വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ ഡെമോ വണ്ടിന്റെ ടച്ചപ്പ് കയറിയിട്ടുണ്ട് അല്ലേ? നമ്മൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അതിനുള്ളൊരു വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല വില കൊടുക്കാം. നമുക്കൊരു ഓഫർ വില കൊടുക്കാം. ഇതിപ്പോ എത്രയാ ഇപ്പൊ ചോദിക്കുന്നത് ഇവിടെ? 2000 ഈ റേഞ്ച് വണ്ടി നമുക്ക് 12,90,000 രൂപ കൊടുക്കാം. 12.90 Volkswagen Tiguan GT നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? ഇത് നോക്കാനാ 1.5 ലിറ്റർ GT ഏറ്റവും ടോപ്പിന്റെ DSG ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. 12.90 കൊണ്ടുപോകാം. 2024 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഓക്കെ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 23 അടുത്ത റേഞ്ചാണ്. 22 സംതിങ് ഉണ്ടാവും. ഇപ്പൊ 23 മുകളിൽ വരുന്നത്. ഓക്കെ. അത്രയും വില വരുന്ന വണ്ടിയാണ്. 12.90 ഡെമോയ്ക്കാണ്. അതുകൊണ്ടാണ് ആ ഒരു വില കുറച്ചത്. ഓക്കെ. ഫുൾ ലോൺ കയറൂലേ? ഫുൾ ലോൺ കയറും. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഒരു GT കൊണ്ടുപോകാം. 2024 രജിസ്ട്രേഷൻ വരുന്ന GT ഏറ്റവും ടോപ്പിൻ്റെ 12.90 കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മൾ ഹാച്ച് ബാക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വിഫ്റ്റ് ആണ്. ഒരു ബ്ലൂ കളർ സ്വിഫ്റ്റ്. ഒരു നല്ല അടിപൊളി അലോയ്സും ടയറുണ്ട്. ഫിറ്റിംഗ്സ് നല്ല ഫിറ്റിംഗ്സ് ഉണ്ട്. ഇതൊക്കെ അഡീഷണൽ ചെയ്താ? അഡീഷണൽ ലൈറ്റ്, പ്രൊജക്ടർ ലാമ്പ്, DRL, നിക്ലിംഗ്, അത്യാവശ്യം അഡീഷണൽ വർക്ക്. റെയിൻ ഗാർഡ്, സ്പോയിലർ, സീറ്റ് കവർ, മാറ്റ്, സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ഉണ്ട്. നല്ല കോസ്റ്റ്ലി അലോയിലാണ്. ബ്രോ ടയേഴ്സ് ഉണ്ട്. നല്ല പുതിയ ടയേഴ്സ് ആണ്. നിയമവിരുദ്ധമല്ലാതെ മോഡിഫൈ ചെയ്ത് അതെ. എങ്ങനെയാ കാര്യങ്ങൾ? 2020 സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് VXI ആണ്. 2020 മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ. AMT ആണ് വരിക.
ബാക്കി 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടി. 5 വർഷം കൊണ്ട് 56,000 നോർമൽ ഓട്ടോ ആണ്. നോർമൽ ഓട്ടോ. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കണം അല്ല. ഓക്കെ. മൈലേജ് ഒരു 16, 18, 19 അറൗണ്ടിൽ എത്ര ഉണ്ടാവുള്ളൂ? എത്ര? 15ന്റെ ജോണായിട്ട് അത്രേ കിട്ടും. ഓട്ടോമാറ്റിക് ഗ്യാരണ്ടിയിൽ ഞാൻ പറയുന്നത് ഒരു നോർമൽ ഡ്രൈവിൽ ലോങ്ങിൽ കൂടുതൽ കിട്ടും. ലോങ്ങിൽ എത്ര കിട്ടും? ലോങ്ങിൽ ഒരു 17 അറൗണ്ട് കിട്ടും. 17 അറൗണ്ട്. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് ലാസ്റ്റ് വരെ നമുക്ക് 6,50,000 രൂപ കൊടുക്കാം. 6.5 ലക്ഷം ഫൈനലാ? നമ്മൾ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. സാധാരണ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു വണ്ടി ഡെലിവറി ഉണ്ട്, അത് ഫിറ്റിംഗ്സ് ഇല്ലാത്ത വണ്ടി ഏകദേശം ആ റേഞ്ചിലാണ് പോയത്. നമ്മൾ 3 ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. 6,50,000 നിങ്ങൾക്ക് ഇതിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. 6.5ക്ക് 2020 VXI ഓട്ടോമാറ്റിക് ഇത്രയും ഫിറ്റിംഗ്സ് ചെയ്ത സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 56,000 കിലോമീറ്റർ ആണ്. ലോൺ ഒരു 6 ലക്ഷം കിട്ടും. 5.25 ലക്ഷം രൂപ എന്തായാലും കിട്ടും. 5.25 വരെ പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. സ്വിഫ്റ്റിന്റെ എല്ലാം പൊതുവെ ഇപ്പോഴത്തെ മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, നോക്കിയിട്ട് വിളിച്ചോളൂ. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലോട്ട് ഹ്യുണ്ടായ് i20 ആണ് അടുത്തത്. KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽസ്? 2022 മോഡല് ഹ്യുണ്ടായ് i20 IVT ഓട്ടോമാറ്റിക് സ്പോർട്സ്. IVT ആണ്, ഓട്ടോമാറ്റിക് ആണ്, ഇന്റലിജന്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ IVT. ഓക്കെ. 22 മോഡൽ അല്ലേ? സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പ് ഉണ്ട്. നല്ല വീൽ അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പറഞ്ഞേ? 35,000 കിലോമീറ്റർ ഓടി. 35,000 2022 3 വർഷം നോർമൽ ഓട്ടോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. i20 ആണ്. മൈലേജ് കുറച്ച് ഷോർട്ട് ആയിരിക്കും. 11, 14 ആ റേഞ്ച് ഒക്കെ. അതെ. പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ആണ് അല്ലേ? അത്രേ കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 7,75,000 രൂപ കൊടുക്കാം. 7.25 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 2022 35,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് IVT വാഹനമാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ എത്രയാ? ഒരു 7 ലക്ഷം വരെ ലോൺ. 11 ലക്ഷം ഇപ്പോഴത്തെ ഓൺ റോഡ് വരുന്നല്ലോ. ഓക്കെ. അന്നും ഏകദേശം ഉണ്ടാവില്ല, 11 റുപ്യ അടുത്തായിട്ട് വരുന്നുണ്ട്. ഓക്കെ. ലോണ് എത്ര കിട്ടും? 7 ലക്ഷം ഈസി ആയിട്ട് കിട്ടും. 7 ലക്ഷം വരെ കിട്ടും. 75,000 രൂപ ഉണ്ടാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് i20 കൊണ്ടുപോകാം, സ്പോർട്സ് ഓപ്ഷൻ. അടുത്ത വണ്ടിയിലുണ്ട്. ടിയാഗോ ആണ്, ഫസ്റ്റ് ഷേപ്പ് ടിയാഗോ ആണ്. KL 62 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡലുള്ളൂ, ബട്ട് ഓട്ടം വളരെ കുറവാണ്. അതിൻ്റെ ഹൈലൈറ്റ് 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് പീരിയോഡിക് ഒക്കെ കറക്റ്റ് സർവീസ് പോയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ല? ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടി. 15,000 മാത്രം, വളരെ ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ ഒരാൾ മാത്രം യൂസ് ചെയ്ത ക്വാളിറ്റി ഉള്ള ടിയാഗോ ഓട്ടോമാറ്റിക്. ഇത് തന്നെയാണ് ഓപ്ഷൻ. ഏതാ ടോപ്പാ? ഏറ്റവും ടോപ്പിൻ്റെ എക്സെറ്റ് പ്ലസ്. എക്സെറ്റ് ആണ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. അന്ന് ടോപ്പ് തന്നെയാണല്ലോ ഓട്ടോമാറ്റിക്. സ്റ്റീൽ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓർമ്മയില്ല. എന്തായാലും ഇത് എക്സെറ്റ് ആണ്, എക്സെറ്റ് ആണ് ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ് അന്നത്തെ. ഓക്കെ. ഓട്ടവും കുറവ്, മൈലേജും ഉണ്ടാവും. ഒരു 13-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. എന്തായാലും AMT ആണ് ഗിയർ ബോക്സ് വരുന്നത്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ 4,85,000 ചോദിക്കുന്നു. 4,85,000 2000 മോഡൽ റേറ്റ് പോലെ ഓട്ടം കുറഞ്ഞ വണ്ടിയാണ് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ തീർച്ചയായും 2019 ഇത്രയും ഓട്ടം കുറഞ്ഞൊരു സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ യൂസ്ഡ് കാറിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എല്ലാത്തിനും അല്ലേ? ഓക്കെ. ലോൺ ഒരു 4 lakhs കിട്ടും. 4 lakhs എന്തായാലും കിട്ടും. 4-4.25 വരെ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി കിട്ടും. ഹോണ്ട സിറ്റി ഒരു സെഡാൻ കാറ്റഗറിയാണ്. സൺറൂഫ് വരുന്ന വാഹനം. അതേപോലെ അഡീഷണൽ നല്ല അടിപൊളി അലോയ്സ്, ടയേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പുതിയ ടയേഴ്സ് ആണെന്ന് തോന്നുന്നു അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് നമുക്കൊരു എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. 2019 മോഡൽ ഹോണ്ട സിറ്റിയുടെ VX എന്ന് പറഞ്ഞ വേരിയന്റ്. VX ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. പക്ഷേ എന്താ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ. സൺറൂഫ് അടക്കണ്ടല്ലോ. എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഒരുപാട് കുറെ കാർബൺ ചെയ്തിട്ടുണ്ട്, കുറെ ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ഫ്രീക്ക് ലുക്ക് ആക്കിയിട്ടുണ്ട്. എത്ര പറഞ്ഞു? 20 മോഡലോ? 19 മോഡൽ. 19 രജിസ്ട്രേഷൻ. ഓക്കെ. ഓക്കെ. കിലോമീറ്റർ എത്ര കാണിക്കുന്നത്? കിലോമീറ്റർ ഇത് 85 സംതിങ് അല്ല. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, ഫ്രണ്ട് ടച്ചപ്പ് ഉണ്ട്, അങ്ങനെ ചെറുതുണ്ട്. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എക്സ്ചേഞ്ചിൽ വന്നതാണല്ലോ. എക്സ്ചേഞ്ചിൽ വന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോൾ. അതെ, എക്സ്ചേഞ്ച് വണ്ടികളുണ്ട്. നമ്മൾ കൂടുതൽ കാണിക്കാറില്ലായിരുന്നു. ഈ പ്രാവശ്യം ചെറിയ ഈ ഒരു സെഗ്മെന്റ് കാണിക്കുന്നതുകൊണ്ട് എടുത്ത് കാണിക്കാം. 2019 സിറ്റിയാണ്, പെട്രോള്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്കൊരു 6,75,000 രൂപ കൊടുക്കാം. 6,75,000 VX 2019 പെട്രോൾ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് കൊണ്ടുപോകാം. 6 lakh ലോൺ കയറുള്ളൂ. ഈസിയായിട്ട് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നമ്മൾ ചെറുതെന്ന് അങ്ങനെ മെല്ലെ വലുതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്.
ടാറ്റ ഹാരിയർ KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഷമീർക്ക് അതിൻ്റെ കാര്യങ്ങൾ? ആക്ച്വലി ഇത് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സുഹൃത്തിന് വണ്ടിയാണ്. നമ്മുടെ കോഴിക്കോട് RTO ആയിരുന്ന അതേപോലെ DTC ആയിട്ട് റിട്ടയറായ നമ്മുടെ രാജീവ് പുത്രത്തിന് പുള്ളിയുടെ വണ്ടിയാണ്. അത് ശരി. പുള്ളി നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടിയല്ല, പുള്ളിയാണ് ഇപ്പോൾ പരിചയപ്പെട്ട ആളുകൾ. പുള്ളിയുടെ അടുത്ത് നമ്മൾ ഒരു ബന്ധത്തിന്റെ മുകളിൽ സെയിൽ നമ്മൾ ഇതിനൊരു പ്രോഫിറ്റ് എടുക്കുന്നില്ല, ജസ്റ്റ് എടുക്കില്ല, രജിസ്റ്റർ ഒന്നുമില്ല, സർവീസ് മാത്രമാണ്. 2019 മോഡൽ 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുള്ളി മാത്രം ഓടിയിരിക്കുന്ന വണ്ടിയാണ്. 85,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഡീസലാ? ഡീസൽ. ഏത് ഓപ്ഷൻ വരുന്നത്? XM ആണ്. പക്ഷേ അഡീഷണൽ അലോയ്സ് ടയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ടയേഴ്സ് ആണ്, പുതിയ ടയേഴ്സ് ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ. മെയിൻ ക്ലാസ് കല്ലടിച്ചിട്ട് സാറ് മാറിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ മാറിയത്? ഹിസ്റ്ററി ഉണ്ടല്ലോ. ഫുൾ കമ്പനി പുറത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ. ഒറ്റ സിംഗിൾ ഓണർഷിപ്പാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? പിന്നെ ചോദിക്കില്ല. പിന്നെ രാജീവ് സാറിൻ്റെ അടുത്ത് ലാസ്റ്റ് 10 ലക്ഷം എനിക്ക് മേടിച്ചിടണം, ലാസ്റ്റ് അങ്ങനെയാണ് മാത്രം കൊടുക്കാമെന്ന് പറഞ്ഞു. 10 ലക്ഷം? അതെ, 10 ലക്ഷത്തിന് ഇനി എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ സാറോട് നമുക്ക് നേരിട്ട് വിളിക്കാം, കൊടുക്കാം. അതിൽ നമ്മളൊരു സർവീസ് ഓൺലി ആണ്. ഓക്കെ. 2019 XM ഹാരിയർ ഡീസലാണ്. അഡീഷണൽ അലവൻസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി 10 ലക്ഷത്തിന് നിങ്ങൾക്ക് ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. ലോൺ ഒരു 9 lakhs കിട്ടും. 9 lakhs വരെ ലോൺ ഉണ്ട്. അടുത്തത് MG ഹെക്ടർ ആണ്. ഈ ഒരു വാഹനം എങ്ങനെയാണ് ഇത്രയും മാർക്കറ്റിൽ കത്തി പടർന്നതെന്ന് അറിയൂടാ. കാലം നല്ല ഡിമാൻഡുള്ള ഒരു സെഗ്മെന്റ് ആണ്. അതും പെട്രോൾ ഓട്ടോമാറ്റിക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് 2 കാരണമുണ്ട്. ഈ വണ്ടിന്റെ പുതിയ വണ്ടി ഇറക്കുന്നവർക്ക് ഇതിന് നഷ്ടമുള്ളൂ, സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നവർക്ക് ലാഭം. കാരണം ഇത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി ഈ സെഗ്മെന്റിൽ ഞാൻ ഇല്ലാന്ന് മനസ്സിലാക്കുന്നത്. കാരണം അത്ര ലെഗ് സ്പേസ്, പിന്നെ ഓടിക്കാനുള്ള സുഖം എല്ലാം ഉണ്ട്. ഒറ്റ കുഴപ്പമുള്ളൂ, മൈലേജ് ഷോർട്ടാണെന്ന് മാത്രം. അതുകൊണ്ട് മാത്രം ഇതിന്റെ റീസെയിൽ വാല്യൂ ആയിട്ട് ഇറങ്ങിപ്പോയത്. അല്ല, ഇതിന്റെ ഡീസൽ ഉണ്ടെങ്കിലും പെട്രോൾ ഓട്ടോമാറ്റിക്കിനാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. ഡീസൽ ആണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഇല്ല, ഡീസലിൽ ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടില്ല, പെട്രോളിൽ ഓട്ടോമാറ്റിക് ഉള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാനാണ് ഇതിന്റെ സുഖം. അതിൽ മൈലേജ് നോക്കാത്ത ആളുകളുണ്ടെങ്കിൽ സൗകര്യവും പിന്നെ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഡെലിവറി ഉണ്ട്. ഈ മാസം തന്നെ നമ്മളിപ്പോൾ 2ാമത്തെ കൊടുക്കുന്നപ്പോൾ അത്രയും പോകുന്നുണ്ട് വണ്ടി. അതാണ് ചോദിച്ചത്. KL 1 രജിസ്ട്രേഷൻ ആണ് ഇത്. എങ്ങനെ ഡീറ്റെയിൽ ബാക്കി? 2020 മോഡൽ. ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയ ഷാർപ്പ് അല്ല, ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ്. 2020 അല്ലേ? ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഓട്ടോ എത്ര പോയി? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടി. 72,000. അപ്പൊ അത്രയും ഈ മൈലേജിൽ ആൾ ഓടിയിട്ടുണ്ടെങ്കിൽ മൈലേജ് എന്ന് പറഞ്ഞ ഒരു 8-10 കിട്ടും. 8 കിലോമീറ്റർ 8 വരെ കൂടി പറയാം. 10 പോലും കിട്ടൂല. 10 ലോങ്ങിൽ കിട്ടുന്ന ആൾക്കാർ പറയാറുണ്ട്. 8 ശരാശരി ഇതിന്റെ മൈലേജ് ഞാൻ മനസ്സിലാക്കുന്നത്. 8 മൈലേജിലാണ് ആൾ ഇത്രയും ഓടിയത്. അതെ. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമുക്ക് 11,50,000. 11.5 ലക്ഷം രൂപയ്ക്ക് 2020 ഷാർപ്പ് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് MG ഹെക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഇതിൽ തന്നെ ഹെക്ടർ പ്ലസ് വരുന്നുണ്ട്. പെട്ടെന്ന് അതായി പോയി. അത് നമ്മൾ എടുത്തിട്ടുണ്ടോ? വീഡിയോ കാണിക്കില്ല. ഈ വീഡിയോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കഴിയുന്നതും വലുതും മാറ്റി പിടിച്ചത്. ഹെക്ടർ പ്ലസ് ഉണ്ടല്ലേ? ഹെക്ടർ പ്ലസ് ഉണ്ട്. വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിന് 11 lakh എന്തായാലും ലോൺ കിട്ടും. ഓക്കെ. അടുത്തത് ആ ടൊയോട്ടയുടെ ഹൈറൈഡർ. KL എവിടെയാണ് രജിസ്ട്രേഷൻ? 11 അല്ലേ? KL 11 കോഴിക്കോട് ജില്ല തന്നെയാണ്. നിങ്ങളൊരു മറ്റേ മാരുതിയുടെ അതിന്റെ പേരെന്തായിരുന്നു? ഗ്രാൻഡ് വിറ്റാര. അത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? രണ്ടും സെയിം തന്നെയാണ്. രണ്ടും സെയിം ആണ്. പക്ഷെ ആൾക്കാർക്ക് ഈ എംബ്ലം കണ്ടാൽ പൈസ അധികം കൊടുക്കണം. അതെ, എംബ്ലത്തിന് പൈസ സത്യം. എത്ര ഇപ്പൊ എങ്ങനെ? 2024 മോഡല് ഹൈറൈഡറിന്റെ G എന്ന വേരിയന്റ് ആണ്. G ആണ്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ടോപ്പിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. പക്ഷെ സൺറൂഫ്, അലോയ്സ് എല്ലാം വരുന്നുണ്ട് ഫീച്ചേഴ്സ്. ഓക്കെ. ഓക്കെ. ഓട്ടോ എത്ര? ഇതാണ് ഓട്ടാണ് ഹൈലൈറ്റ്. 4,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 4,000 മാത്രമേ. ലെവലിലാണ്. സിംഗിൾ ഓണർ ആണ്. ഷോറൂം കണ്ടീഷൻ ആണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഒരു ക്ലെയിമും ഒന്നുമില്ല, 0 ക്ലെയിം. വെറും 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ടയർസിന്റെ കാര്യമൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? വാറണ്ടി എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കണം. ഉറപ്പില്ല അല്ലേ? ഓക്കെ. ഇപ്പൊ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? വാറണ്ടി വരുന്നില്ല. 2027 വരെ വരുന്നത്. എത്ര? 23 പറഞ്ഞത്? 24 മോഡൽ. 24. സോറി, 24 ഓക്കെ. അപ്പോ അണ്ടർ വാറണ്ടിയിൽ നിൽക്കാണ്. കമ്പനി വാറണ്ടിയിൽ 2 വർഷം വാറണ്ടി ഉണ്ട്. എത്ര ഇപ്പൊ ചോദിക്കുന്നതിന്? നമുക്ക് ഫൈനൽ നമുക്ക് 19,50,000 രൂപ കൊടുക്കാം. G ആണ്. 19.5 ലക്ഷത്തിന് 2024 4,000 കിലോമീറ്റർ ഓടി വണ്ടി. അന്ന് ഇറങ്ങുന്ന സമയത്ത് 23,10,000 രൂപ അവർക്ക് വില വന്നിട്ടുണ്ടായിരുന്നു. പുതിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ കോർപ്പറേറ്റ് ഓഫറായിട്ട് 50,000 രൂപ ഓഫർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും കഴിച്ചിട്ട് എന്നാലും 4,000 കിലോമീറ്റർ ഡിമാൻഡ് ഉള്ള വണ്ടി, ബുക്കിംഗ് ഉള്ള വണ്ടി.
ബുക്കിംഗ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ക്രെറ്റ KL 56 കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നൈറ്റ് എഡിഷനാ? അഡ്വഞ്ചർ, അതൊരു ലിമിറ്റഡ് സീരീസാണ്. ഓക്കെ, ലിമിറ്റഡ് ഓപ്ഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2023 മോഡലുള്ളൂ, 24 ഇറങ്ങിയിരിക്കുന്ന വണ്ടി. വെറും 9000 കിലോമീറ്റർ മാത്രം ഓടിയ ഷോറൂം കണ്ടീഷൻ SX അഡ്വഞ്ചർ എന്ന് പറഞ്ഞ പെട്രോൾ മാനുവൽ. ഓക്കെ, പെട്രോൾ ക്രെറ്റയാണ്, മാനുവൽ ആണ്. 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ ആണ്. 9000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 24 എന്ന് പറയുമ്പോൾ 3 വർഷം 27 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമുക്ക് 14,30,000 രൂപ. ഇതൊന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? ഇറങ്ങുമ്പോൾ എന്തായാലും 18ന്റെ മുകളിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 14,30,000 അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. 24 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഒരു 13.5 ആ റേഞ്ചിൽ ലോൺ എന്തായാലും ലോൺ കിട്ടും. കാരണം ഇതിന് നമ്മൾ എടുക്കുന്നത് 14 സംതിങ് ലോൺ അടച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. അത് ശരിയാ, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ എമൗണ്ട് ലോൺ കിട്ടും, ഫുൾ എമൗണ്ട് ലോൺ വരും. ഓക്കെ, ക്രെറ്റയാണ്, പെട്രോൾ മാനുവൽ, മൈലേജ് ഒരു 11-13 റേഞ്ചിലുണ്ടാവും അല്ലേ? അടുത്തത് 7 സീറ്റർ ആണ്, ക്രിസ്റ്റ KL 42 രജിസ്ട്രേഷൻ അല്ലേ? അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ക്രിസ്റ്റ ടോപ്പ് എൻഡ് വേരിയൻ്റായ സെഡിലെ മാനുവൽ 2016 മോഡല്. 2016 Z മാനുവൽ ആണ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഓക്കെ, ഏറ്റവും ടോപ്പ് എൻഡ് സ്റ്റാർട്ടിംഗ് ക്രിസ്റ്റയാണ് 2016 അല്ലേ? അറിയിരിക്കുന്നു തുടക്കത്തിലുള്ള. ഓക്കെ, എങ്ങനെയാ ബാക്കി കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 84,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. സെക്കൻഡ് ഓണർ. ഓക്കെ, മാനുവൽ വാഹനമാണ്, ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർ. 84,000 നോർമൽ ഓട്ടമാണ്. ഒരു വർഷം സംബന്ധിച്ച് നോർമൽ ഓട്ടമാണ് 16. ഓക്കെ, കുറവാണ്. ക്രിസ്റ്റേനൊക്കെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഒറിജിനൽ കേരള വണ്ടി. നല്ല ടയേഴ്സ്, പുതിയ ടയേഴ്സ് ആണ്. പുതിയ ടയറാണ്, ഫുൾ ഫിറ്റ് ആണ്. എല്ലാം കൊണ്ട് ഓക്കെയാണ്. കേരള വണ്ടി ഒറിജിനൽ. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? നമ്മൾ 17,40,000 രൂപ. 17,40,000 2016 Z മാനുവൽ ക്രിസ്റ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ് തന്നെ, സെക്കൻഡ് ആണ്. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ലോ കിലോമീറ്റർ ക്രിസ്റ്റ. ഓക്കെ, ലോണ് 16 ലക്ഷം ഈസി ആയിട്ട് 16 കിട്ടും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അങ്ങനെ നമ്മൾ അവസാനത്തെ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു വിലനിൽ നിർത്താൻ വിചാരിച്ചില്ലേ? ഓക്കെ, കാരണം നമ്മൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറയുന്നു ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ്, അതുകൊണ്ട് വലിയ വണ്ടികൾ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ബെൻസിലെത്തിയിരിക്കുകയാണ്. GLE 300D ആണ് മോഡൽ വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് KL 85 രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2023 മോഡല് GLE 300D ബെൻസിന്റെ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഓക്കെ, ഓട്ടം എത്ര പോയി? വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 12,000. ഏതാ മോഡൽ വരുന്നത്? 2023 മോഡൽ. 23 ആണ് രജിസ്ട്രേഷൻ അല്ല? 23 ഏപ്രിൽ വണ്ടി ഇറങ്ങിയിരിക്കുന്ന വണ്ടി. ഓക്കെ, 12,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതിന്റെ പുറമെ എന്താ വെച്ചാൽ ഇതിന് എക്സ്റ്റൻഡഡ് വാറന്റി എടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ എക്സ്റ്റൻഡഡ് വാറന്റി എടുത്തിട്ടുണ്ട്. 2028 വരെ വാറന്റി ഉണ്ട്. 28 വരെ അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന വാഹനമാണ്. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അവിടെയും തീരുന്നില്ല. പിന്നെ സെറാമിക് ചെയ്തിട്ടുണ്ട്. സെറാമിക് ഇതിന്റെ ഇന്റീരിയർ വന്നിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് ഇന്റീരിയറും സെറാമിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായ പണികളൊന്നും കിട്ടൂല, ഒന്നും പേടിക്കണ്ട. ഓക്കെ, ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, എത്ര പോയി ചോദിക്കുന്നത്? ഇതിന് നമുക്ക് 97 lakhs കൊടുക്കാം. ഇതിന്റെ പുതിയ വില കൂടി പറഞ്ഞു. ഇത് അന്ന് ഇറങ്ങുന്ന സമയത്ത് എക്സ്റ്റൻഡ് വാറ അടക്കം 1,21 ലക്ഷം രൂപ വന്നത്. ഓക്കെ, ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇതിന് പോന്നിട്ട് അറൌണ്ട് 1,30 lakhs വരും. 1,30 ലക്ഷം രൂപ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ ചോദിക്കുന്നത് 97 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 97 അപ്പോൾ ഏകദേശം ഒരു 32-30 എടുക്കുകയാണെങ്കിൽ 32-33 ലക്ഷം രൂപ വരും. ഓക്കെ, 97 ലക്ഷത്തിന് നിങ്ങൾക്ക് വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ ഷോറൂം കണ്ടീഷൻ വെഹിക്കിളാണ്. ഒരു റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഒന്നുമില്ല. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ് 2028 വരെ. 28 എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. 95 lakhs വരെ നമുക്ക് ലോൺ കിട്ടും. അത്രയും കിട്ടും? ഏകദേശം കിട്ടും. നല്ല 90% ലോൺ കിട്ടുമല്ലോ. ഓക്കെ, അത്രയും കിട്ടില്ല. ഓക്കെ, എന്തായാലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. കേരള വണ്ടിയാണ്, റീവണ്ടി ഒന്നുമല്ല. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ ഷമീർക്ക? നിങ്ങൾക്ക് ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റിയും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ ഉള്ളത് കമന്റ്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ നമ്മൾ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട്. കാരണം നമുക്ക് 15-16 വണ്ടികളെ കാണിക്കാൻ പറ്റുന്നുള്ളൂ സമയപരിമിതി കാരണം. അപ്പോൾ നമ്മുടെ താറുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ജിമിനി കാര്യങ്ങൾ ഒരുപാട് വണ്ടികളുണ്ട്. അതെല്ലാം നമുക്ക് ഫോൺ ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഷമീർക്കൊക്കെ ഇവിടെ തന്നെ ഇതിന്റെ പുറകിലൊരു യാർഡുണ്ട്, സെപ്പറേറ്റ് യാർഡുണ്ട്. അതേപോലെ തന്നെ വീടിന്റെ അടുത്തുണ്ട്. അവിടെ ഇപ്പോൾ മാറ്റുമോ അല്ലേ? അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഏത് വണ്ടികൾ വേണമെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണർ ഡിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടാവും നമ്പർ. അതിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി ഈദ് മുബാറക്. ഈദ് മുബാറക്. താങ്ക് യു. ബൈ.